ഇന്നത്തെ യാത്ര ശ്രീ പെരിയാനംപറ്റ ടെമ്പിളിലേക്കാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് വിശേഷങ്ങളും കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. ഇറങ്ങിയ വഴിക്ക് തന്നെ ആനപ്പിണ്ടത്തിൽ പിളുന്നൊരു ചവിട്ടവൾ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി. തൊഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ അവിടെ ഒരു കുളം ഉണ്ടല്ലോ, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നൊരു കുളം, അവിടേക്ക് ഇറങ്ങി. അതിന് മുന്നേ ഇതാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫാമിലി ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ഇവരിതാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആരാ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതാ കുളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇതിന് മുന്നേ ഞാനിവിടെ വന്ന് ഈ കുളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഏതൊരു സിനിമയുടെ ലൊക്കേഷൻ കൂടിയായിരുന്നു ഇത്. ഇപ്പം എനിക്കത് ഓർമ്മയില്ല കേട്ടോ. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷൂട്ടിങ് കണ്ടിട്ടുമുണ്ട്. പെരിയാനംപറ്റ ക്ഷേത്രത്തിലെ ഈ കുളം ഫേമസ് ആണ്. മോഹൻലാൽ വന്ന് ഷൂട്ട് ചെയ്ത ഒരു കുളമാണ്. അപ്പോൾ കുളത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇപ്പുറം സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ കുളത്തിൻ്റെ പകുതി വരെ നടന്ന് പോകാം. അതൊക്കെ ഇങ്ങനെ നടന്നിട്ട് നമുക്കൊരു വൈബല്ലേ. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ പ്രേതത്തിനെ പോലെ ഇവിടെ പോകണു. മറ്റേ ആകാശഗംഗയിലെ ആ പാട്ട് ഞാൻ മറന്നു. ആ പാട്ടിൻ്റെ സീന് പോലെ ഒരു പ്രേതത്തിൻ്റെ ലുക്കിൽ ഇതവിടെ ഇങ്ങനെ നടക്കുക. ശരിക്കും സ്ലോ മോഷനിലിട്ടാൽ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ താഴത്തെ അമ്പലത്തിലേക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അതിന് മുന്നേ തന്നെ ഒരു സങ്കടമായ ഒരു കാര്യം പറയാം. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ പേഴ്സിൽ കയ്യിൽ ചില്ലറ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭിക്ഷാടർ ഒരുപാടുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ. 10 പൈസ കൊടുക്കാൻ പറ്റിയില്ല, കയ്യിലില്ല. ക്ഷേത്രത്തിലിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ജിപേ ആണല്ലോ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ. അങ്ങനെ ഇവരിവിടെ എന്താ തപ്പെന്നറിയോ? ഇവരുടെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ബദാമ്പ് തിരയണതുണ്ടോ? ഇവർ രണ്ടാളും കൂടി റോഡ് സൈഡിൽ നിന്ന് ബദാമൊക്കെ പറിച്ച് വണ്ടി കയറി ഇരിക്കുക കേട്ടോ. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരിക.